പ്രബോധനം ചെയ്ത തൗഹീദ് തെറ്റായിരുന്നു. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ഞങ്ങൾ പച്ചയായി ശിർക്ക് അനുസരിച്ച് ശിർക്കിന്റെ മാർഗത്തിലൂടെ പോയവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിർക്ക് ചെയ്തു, ഞങ്ങൾ തൗഹീദ് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെന്ന് കേരളത്തിലെ മുജാഹിദ് ചിന്തയില്ലാതെ പ്രവർത്തിച്ചതിനാലോ ഒരു പ്രസ്ഥാനമോ സംഘടനയോ ഉപേക്ഷിച്ചതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ശഅർ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ ഹബീബിന്റെ പേരിൽ കള്ളം പറയൽ, കള്ളം വരാറുള്ള സാധ്യതകൾ തന്നെ വളരെ ഗൗരവമായി താക്കീത് ചെയ്ത ഒരു മതത്തിന്റെ വക്താക്കളിൽ നിന്നാവുമ്പോൾ പ്രാഥമികമായി വിശ്വസിച്ച്, പിന്നീട് പല കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ദീർഘമായി ചിന്തിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് ഒരു ചെറുപ്പക്കാരൻ വേറെ 2 വ്യക്തികളെയും കൂട്ടി ഇതിന്റെ സ്രോതസ് തേടിപ്പോയ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ കിട്ടിയ വിവരങ്ങളും ഞാൻ കൂടെ പോയ ആൾക്കാരോട് അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളും മറ്റു പലരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഞാൻ ചേർത്ത് വായിച്ചു. അവിടെ അതിൽ ഒരു പഠനം അനിവാര്യമാണെന്ന് തോന്നിയതിനാൽ ഒരാവർത്തി കൂടി ഈ വിഷയത്തിൽ വന്ന പ്രസംഗങ്ങളും എഴുത്തുകളുമൊക്കെ പരിശോധിച്ചു. അപ്പോൾ ധാരാളം വൈരുദ്ധ്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹബീബിൻ്റേത് ആണ് എന്ന് ഒരു വിഷയത്തെപ്പറ്റി പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അതിന് സനദെന്നോ മുസ്തനദെന്നോ മുതവാത്തിറെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരടിസ്ഥാനം ഉണ്ടാകണമെന്ന് ഒരുപാട് കിതാബോധി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മനസ്സിലാക്കാൻ കാരണം 1400 വർഷം മുമ്പുള്ള ഒരു ഹബീബിന്റെ ഒരു അജ്സാണ്, ഒരു ജുസുവാണ് എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു രേഖ വേണം. ആ രേഖക്ക് പല രൂപത്തിൽ വരാം. പക്ഷേ ഞാനിതിൽ ഏറ്റവും പ്രധാനമായി കണ്ടത് ഒരു വിഷയത്തെ റസൂലുള്ളാഹിന്റേതാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ആ ജനങ്ങളുടെ മതിപ്പോ മറച്ചുവെക്കൽ, അത് ഹബീബിന്റെ പേരിൽ കള്ളം പറയുന്നതിന് തുല്യമാണെന്ന് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമാക്കി. ഇനിയിപ്പോ ഞാൻ അൻസാർ കിതാബൊന്നും ചോദിക്കണ്ട. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് നുഹ്ബയില് അവിടുത്തെ വളയിന്റെ ഈ മൗദൂആത്തുകൾ വഴികൾ പറഞ്ഞെടുത്ത് കാണാം. ഈ സാധനം ഒരു വാചകം കിട്ടിയിട്ട് അത് പറഞ്ഞ ആളുടെ പേര് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ അതിന് ഒരു നല്ല പരമ്പര ഉണ്ടാക്കി അല്ലെങ്കിൽ എനിക്ക് തന്ന ആള് മഹാനാണെന്ന് കാണിക്കൽ മൗദൂആത്തില് വളരെ മോശമായ പ്രവൃത്തിയാണെന്നും അങ്ങനെ ചെയ്യൽ ഇത്തിഫാഖുൽ ഉലമാ കൊണ്ട് ഹറാമാണെന്നും ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് അവിടുത്തെ നുസ്ഖത്തുൽ ഫിക്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിച്ചത് ഒരു കാര്യവും ഹബീബിന്റേതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കലിമത്ത് മാറ്റിപ്പറയാൻ പാടില്ല. കളവ് വരുന്ന പല വഴികളുണ്ട്. കളവ് വരാനുള്ള മുഴുവൻ വഴികളും അടക്കണം. അഥവാ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു വിഷയത്തെ ജനങ്ങൾ എനിക്ക് ഇന്നാലിന്ന വ്യക്തി തന്നതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകുകയില്ല എന്ന് കരുതി ഇതെനിക്ക് തന്ന വ്യക്തിയെ മൂടിവെക്കൽ പോലും ഹബീബിന്റെ പേരിൽ കള്ളം വരുന്ന വഴിയാണ് എന്ന് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കിതാബോധന്റെ ആവശ്യം പോലുമില്ല. കാരണം അത് ബുദ്ധിപരമായി അക്കലിയായി സ്ഥിരപ്പെടുന്ന വിഷയമാണ്. ഒരു വിഷയത്തിൽ കളവ് വരാൻ തന്നെ അതിനെപ്പറ്റി അതിന്റെ വലിപ്പത്തെ അനുസരിച്ചിരിക്കും.
ഹബീബിന്റെ പേരിൽ കളവ് വരുന്നത് ഏറ്റവും വലിയ പാതകമാണെന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. അതുകൊണ്ട് ഒരു വിഷയം ഞാൻ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വ്യക്തിയെങ്കിലും ഒരു സനദിൽ നെസബയോ സനദോ എന്തോ ആയിക്കോട്ടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഇത് ആധികാരികതയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കലിമത്ത് ഉച്ചരിച്ചാൽ അത് തെറ്റാ എന്നുള്ളത് മുസ്ലിം ബാലപാഠമാണ്. അതിന് ഞാൻ കിതാബോധന്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു വ്യക്തി ഇതിനെപ്പറ്റി പഠിച്ചു എന്നിരിക്കട്ടെ, അയാളുടെ കൂടെ